إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി തഖ്വ നിലനിർത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായി പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ യൗമുൽ ആഖിറത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഇസ്ലാമും ഈമാനുമൊക്കെ ഏത് സമയത്തും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മലവെള്ളപ്പാച്ചിലിലെ ചപ്പുചവറുകളെ പോലെ ഒരു സത്യവിശ്വാസിയുടെയും ഈമാൻ ദുർബലപ്പെട്ടുകൂടാ. ഈ ജീവിക്കുന്ന ചുറ്റുപാടും ഈ ലോകവുമെല്ലാം തന്നെ ഇസ്സത്തോടെ അഭിമാനത്തോടുകൂടി ഞാനൊരു മുസ്ലിമാണ്, ഒരു വിശ്വാസിയാണ് എന്ന്
ആർജവത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് വിശ്വാസി. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു മുർത്തദ്ദായി, ഒരു യഹൂദിയായി, ഒരു നസ്രാനിയായി ആഖിബത്ത് ഇഷ്ടപ്പെടാത്തവരാണ് നമ്മളെല്ലാം. പര്യവസാനം അങ്ങനെ മുർത്തദ്ദായി പോകുന്ന ദുരന്തങ്ങളിൽ നിന്നൊക്കെ കാലത്തിന്റെ പഴുതുകളെ മറികടന്ന് ജീവിതത്തിലേക്ക് യഥാർത്ഥ ദിശാബോധം നൽകുന്നവരും നൽകപ്പെടുന്നവരുമാണ് സത്യവിശ്വാസി. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ പേജിൽ നമുക്കൊക്കെ പരിചയമുള്ള സൂക്തമാണ്. ഒരു വിശ്വാസിയാണ്, സത്യവിശ്വാസിയായ മനുഷ്യൻ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചില വസ്തുതകൾ, കാര്യങ്ങളെ സംബന്ധിച്ച് ചേർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ 6 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ, ചേർത്ത് പിടിച്ചാൽ, 6 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്താൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്മനുലക്കും ജന്ന, അദ്മനുലക്കും അൽ ജന്ന, സ്വർഗത്തിന് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് വാഗ്ദത്തം ചെയ്യാം. അള്ളാഹുവിനോട് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ട മൂല്യവത്തായ സ്വഭാവ ഗുണങ്ങൾ ചേർത്തു വച്ചാൽ അള്ളാഹുവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലേക്ക് 6 കാര്യങ്ങൾ ചേർത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിലക്കുള്ള ചിന്ത പ്രിയമുള്ളവർ നമുക്കുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമതായി എണ്ണിപ്പറഞ്ഞ കാര്യമാണ് ഇസ്ദുഖു ഇദാ ഹദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യസന്ധമായി മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇസ്ദുഖു ഇദാ ഹദസ്തും, ഒന്നാമതായി പരിശുദ്ധ പ്രവാചകൻ അള്ളാഹുവിനോട് ജാമ്യം നിൽക്കാൻ വേണ്ടി പറയുന്ന ഒന്നാമത്തെ സ്വഭാവ ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധത നിലനിർത്തുക, സത്യം പറയുന്നവരായി മാറുക. എന്താ അങ്ങനെ പറഞ്ഞാൽ, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ കടന്നു വരുന്ന സമയത്ത് സത്യസന്ധത, ഹക്കിന്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി നിലയുറപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കളവറിയേണ്ട ഘട്ടം പോലും വന്നാലും ശരി, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് വേണ്ടി, ആ ഒരു വിശ്വാസിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാമ്യം നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കണ്ടീഷനായി പറയുന്ന ഹദീസിന്റെ വചനം. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ കുടുംബത്തോട്, സമൂഹത്തോട്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പൊതുസമൂഹത്തോട് എല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകൾ ഹക്കിന്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധത നിലനിർത്തിക്കൊണ്ടായിരിക്കേണ്ടതുണ്ട്. അത് അവൻ പറഞ്ഞതല്ലേ, നമുക്ക് എത്രമാത്രം അതിന്റെ അവനെ സംബന്ധിച്ച് അറിയാമെന്നൊരു കാഴ്ചപ്പാട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് വിലയിരുത്തപ്പെടുന്നത് ചിന്തിക്കേണ്ടതുണ്ട്. അത് അവൻ പറഞ്ഞതല്ലേ, എന്ന രൂപത്തിലാവരുത്, അതല്ലെങ്കിൽ അവന്റെ സംസാരമല്ലേ, അതല്ല, ആ മനുഷ്യൻ പറഞ്ഞതാണെങ്കിൽ അതിനൊരു ഹക്കുണ്ട്. കൃത്യമായി അവധാനതയോട്, ധാരണയോടുകൂടി മാത്രമേ സംസാരിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണെന്ന രൂപത്തിൽ ഒരു വിശ്വാസി മാറണം. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ സത്യസന്ധതയ്ക്ക് ഭംഗം വരുന്ന രൂപത്തിലായി പോകരുത്. ഒന്നാമത്തെ കണ്ടീഷനായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദ്ദു ഇദാ കുതുമിൻതും,
അതേപോലെ നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്തം പരിപൂർണ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണമെന്ന് രണ്ടാമത്തെ സ്വഭാവമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സത്യസന്ധമായി ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസി ജീവിതം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കഴിയാത്ത കാര്യങ്ങളിൽ, നമുക്ക് സാധ്യമാവാത്ത കാര്യങ്ങളിൽ അമാനത്ത് ഏറ്റെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തതിൽ ഒരു സഹതാപ മനസ്സ്, അല്ലെങ്കിൽ എനിക്ക് സാധ്യമായിട്ടില്ല എന്ന ഒരു കുറ്റപ്പെടുത്തലെങ്കിലും, എന്നൊരു അടക്കം പറച്ചിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തത്തോടാണ് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിശ്ചയമായും കൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ അതിന്റെ ആളുകൾക്ക് നൽകുവാൻ, പരിപൂർണമായി നൽകുവാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അതിന്റെ അഹലുകൾക്ക്, ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ആളുകൾക്ക് ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ സത്യവിശ്വാസികൾ. നമ്മുടെ അമാനത്തുകൾ സംബന്ധിച്ച് കാഴ്ചപ്പാടുണ്ടാകണം. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹ്ഫദു ഫുറൂജകും, നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന്, ലൈംഗിക അവയവങ്ങളെ കാത്തു സംരക്ഷിക്കണമെന്ന്. തെറ്റിപ്പോകാനും വഴുതിപ്പോകാനും തോന്നിവാസങ്ങളിലേക്ക് ശ്രദ്ധ പോകാനും ഒക്കെ തോന്നുന്ന രൂപത്തിലാണ് ശൈത്വാനിയത്ത് കാലഘട്ടത്തിന്റെ ദുശ്ചെയ്തികളിലൂടെ സമൂഹം നടമാടിക്കൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രത്യാഘാതങ്ങളും ഈ വിഷയത്തിൽ അപജയങ്ങളും കൃത്യമായി വായിച്ചു മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. സത്യവിശ്വാസി എങ്ങനെയാണ് അതിനുള്ള കമ്മിറ്റ്മെന്റ്? ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു സത്യവിശ്വാസി എന്നുള്ള നിലക്ക് അടിസ്ഥാനമായി സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ എന്ന് എണ്ണി പറയുന്ന അടിസ്ഥാനപരമായി വിശ്വാസി മനസ്സിലാക്കേണ്ട കൃത്യമായ സുരക്ഷിതത്വമുണ്ട്, കൃത്യമായ വിശുദ്ധിയുണ്ട്. ആ രംഗങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുവാൻ വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടവരാണ്. തോന്നിവാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ, ശഹവാത്തുകളിലേക്ക്, ശൈത്താന്റെ പരീക്ഷണങ്ങൾ ഏത് വഴിയിലൂടെയും കടന്നു വരാം പ്രിയമുള്ളവരെ. ആ നിലക്കൊക്കെ ഒരു പരീക്ഷണം കടന്നു വരുമ്പോ, ആ രൂപത്തിൽ ചിന്തകൾ കടന്നു വരുമ്പോ അവിടെ സൂക്ഷിക്കപ്പെടാൻ, സംരക്ഷിക്കപ്പെടാൻ കഴിയണമെന്നാണ്. വഹ്ഫദു ഫുറൂജകും, നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅല്ലു അബ്സാറകും, അതേപോലെ നിങ്ങളുടെ ദൃഷ്ടികളെ, കണ്ണുകളെ താഴ്ത്തിക്കളയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അരുതാത്തകളിൽ നിന്ന്, അതേപോലെ ഹറാമുകളിൽ നിന്ന് നമ്മുടെ കണ്ണു പോകുന്നില്ല, ദൃഷ്ടികളെ താഴ്ത്തിക്കളയണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖുഫു ഐദിയക്കും, മറ്റൊരാൾക്കും ഒരു തരത്തിലുമുള്ള ഉപദ്രവം നിങ്ങളാൽ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാകണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാമത്തെ സ്വഭാവ ഗുണമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിനോട് ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞ ഈ 6 കാര്യങ്ങളിൽ നമ്മുടെ സൂക്ഷ്മതാബോധം എത്രമാത്രം ഉണ്ട് എന്ന് ഒരു മുഹാസബത്തു നഫ്സ്, ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടത് പ്രിയമുള്ളവരെ. നമ്മളൊക്കെ നന്മയുണ്ട്, നന്മയുടെ വക്താക്കളാണെന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിമായി ജീവിച്ചത് കൊണ്ടോ ജനിച്ചത് കൊണ്ടോ കാര്യമില്ല, വിശ്വാസിയാണെന്ന രൂപത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ആരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വാദിക്കുന്ന ആളുകൾ, ചില ആളുകളുണ്ട്. അതാണ് നേരത്തെ ഓതി വെച്ച ആയത്ത്. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വാസികളാണെന്ന് പറഞ്ഞു വാദിക്കുന്ന ആളുകൾ. പടച്ചറപ്പേ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ വാദിക്കുന്നത്. അവരോട് പറയുന്നത് അന്ത്യദിനത്തിലും അള്ളാഹുവിലും അചഞ്ചലമായി ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് എന്താ? വമാഹും മുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല, അവർ വിശ്വാസികളായിട്ടില്ല, അവർ സത്യവിശ്വാസത്തിന്റെ സൽപാതാവിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് അള്ളാഹു കൃത്യമായി നമ്മെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ആരാണ് വിശ്വാസികൾ? അടിസ്ഥാനപരമായി ഏത് മതദർശനങ്ങളും മുറുകെ പിടിക്കേണ്ട സാംസ്കാരിക ബോധമാണ് ഒരു മനുഷ്യനെന്ന നിലയ്ക്ക്. ഏത് മതത്തിൽ, ഏത് ദർശനങ്ങൾ ജീവിക്കുന്ന ആളുകളാണെങ്കിലും ഒരു മുസ്ലിമിന്റെ കൾച്ചർ, ഒരു മുസ്ലിമിന്റെ സാംസ്കാരിക ബോധമാണ് ഇതെല്ലാം. ഇത് ഏതൊരു മനുഷ്യൻ
മനുഷ്യനും കാത്തു സൂക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായി മൂല്യത്തോടു കൂടി കാണേണ്ട കാര്യങ്ങളാണ്. ഇത് സൂക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ പരാജയമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഗൗരവമായി നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന രൂപത്തിലേക്ക് സ്വഭാവ ഗുണങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടാകേണ്ടതുണ്ട്. പൊതുസമൂഹത്തോട് കാഴ്ചപ്പാടുകളുണ്ട്. മറ്റുള്ളവരുടെ നാശനഷ്ടങ്ങൾക്ക് വേണ്ടി നാശത്തിന് വിധേയമാകാൻ നമ്മുടെ കരങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ പതനങ്ങൾക്ക് വിധേയമാകുന്ന രൂപത്തിൽ നമ്മുടെ കരങ്ങളും കൈകാലുകളും സഞ്ചരിക്കാൻ പാടില്ല, പോകാൻ പാടില്ല. സൂക്ഷ്മത വേണ്ടതുണ്ട്. ഇങ്ങനെ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ തിളങ്ങി നിൽക്കേണ്ടത് സ്വഭാവ മൂല്യഗുണമാണ്. കാരണം സമൂഹത്തിൽ എല്ലാവരും ഒരേ ഗ്രേഡിലുള്ള ജീവിതമല്ല നയിക്കുന്നത്. പല പ്രയാസങ്ങളിലും വിഷമങ്ങളിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളിലും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. നിത്യരോഗത്തിന്റെ വറുതിയിൽ അകപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. കടക്കടിയിൽ അകപ്പെട്ട് മാനസികമായി സന്തോഷത്തോടു കൂടി ഉറങ്ങാനോ ഉണ്ണാനോ കഴിയാത്ത ആളുകളുണ്ട്. അതേപോലെ വിധവകൾ, അഗതികൾ, അഗതി മന്ദിരങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇവർക്കൊക്കെ ഒരു മുഹമ്മദ് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹും തൗഹീദും അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിക്കുന്നതോടുകൂടി തന്നെ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ശ്രദ്ധിക്കപ്പെടേണ്ട രൂപത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം ഏത് പൊതുമണ്ഡലത്തിന്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവാദിത്തങ്ങൾ, അമാനത്തുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളൊക്കെ ഇവിടെ കരാറിന്റെ അടിസ്ഥാനത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടാനുള്ള അവസ്ഥയിൽ കൃത്യമായി വീഴ്ച വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലങ്ങൾ കൂടിയുള്ള ആ ആളുകൾക്ക് എവിടെയാണ് പിഴവുകൾ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ശൈത്വാൻ എന്ന് പറഞ്ഞാൽ ശൈത്വാൻ നമ്മളെ വഴിതെറ്റിക്കൽ എങ്ങനെയാണ്? തന്ത്രശാലിയായ ശൈത്വാൻ മനുഷ്യന്റെ ദുർബലതകൾ എവിടെയാണ്? എല്ലാം പെർഫെക്റ്റ് ആയവരുണ്ടാവില്ല. പക്ഷേ സൂക്ഷിക്കപ്പെടേണ്ട അടിസ്ഥാനപരമായ മൂല്യങ്ങൾ എപ്പോഴും സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യന്റെ ദൗർബല്യങ്ങളാണ് പിശാച് കളിക്കുക. പിശാചിന്റെ പരീക്ഷണം ഉണ്ടാവുക അവിടെയാണ്. മനുഷ്യന്റെ ദുർബലത എവിടെയാണോ അവിടെയാണ് ശൈത്വാനിന്റെ പരീക്ഷണം ഉണ്ടാവുക. ഞാൻ ഏത് വിഷയത്തിലാണോ? സ്വഭാവ സാംസ്കാരിക വിഷയത്തിലാണോ? സാമ്പത്തിക മേഖലയിലാണോ? അല്ലെങ്കിൽ സ്വഭാവ മേഖലയിലാണോ? അത് നമസ്കാരത്തിന്റെ വേളയിലാണോ? അതല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലാണോ? എവിടെയാണ് മനുഷ്യന്റെ പോരായ്മകൾ കൂടുതൽ തത്വയും ഈമാനും ആർജിക്കേണ്ടത് എന്ന് സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം മനസ്സ് നൽകും. ആ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് പരിവർത്തിക്കപ്പെടുന്ന തസ്കിയത്ത് ലഭിച്ച ആളുകളായി അങ്ങനെ ഒരു ആ ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി വിശ്വാസം ഉണ്ട് എന്ന് പറയപ്പെടും നമ്മുടെ പ്രവർത്തനങ്ങളും ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ്, നേരും നെറികേടും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്ന വരെയാണ്. അല്ലാതെ വെറും സംസാരങ്ങൾ കൊണ്ട് വേഷഭൂഷാദികൾ കൊണ്ടൊന്നും ഒരു വിശ്വാസിയാവാൻ കഴിയില്ല എന്ന രൂപത്തിലാണ് ഖുർആനിന്റെ ശ്രദ്ധേയമായ ഇടപെടൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇഖ്ലാസോടുകൂടി ജീവിക്കാൻ ദുനിയാവിൽ കഴിയണം നമുക്ക്. മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് വെറുതെ പറഞ്ഞതല്ല ഖുർആൻ. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെ ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് പ്രിയമുള്ളവർ. അള്ളാഹു കാണുന്നുണ്ട്. പൊതുസമൂഹത്തിലാണെങ്കിൽ പരസ്യമായിടത്തും രഹസ്യമായിടത്തും എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. പൊതുസമൂഹത്തിന് മുമ്പിൽ ആളുകളും അള്ളയും കാണുന്നുണ്ട്. രഹസ്യ ജീവിതത്തിൽ ഞാനും അള്ളയും മാത്രമേ കാണുന്നുള്ളൂ. അവിടെയും തത്വം ഉണ്ടാകണം, അവിടെയും ഈമാൻ ഉണ്ടാകണം എന്ന അർത്ഥത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഷ്കൃത്യം ചെയ്ത ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു തെറ്റുകുറ്റം ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വൻ കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ ഹദീസിൽ പറയുന്നത്? ലാ യസ്നി സാനി ഹീന യസ്നി വഹു മുഅ്മിന. ഒരു വ്യഭിചാരി വ്യഭിചരിക്കില്ല. ലാ യസ്നി സാനി ഹീന യസ്നി വഹു മുഅ്മിൻ. അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട് ഒരു വ്യഭിചാരിക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ദുഷ്കൃത്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അവൻ സത്യവിശ്വാസിയായിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അവൻ മുഅ്മിനല്ല എന്ന് ആദ്യം പറഞ്ഞു. അതുകൊണ്ട് മുഅ്മിൻ എന്ന പട്ടികയിലേക്ക് അവൻ എത്തിപ്പെട്ടിട്ടില്ല. ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹു മുഅ്മിൻ. സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് മോഷ്ടിക്കാൻ കഴിയില്ല. അവൻ മോഷ്ടിക്കുന്നുവെങ്കിൽ, അവൻ വ്യഭിചരിക്കുന്നുവെങ്കിൽ, അന്യന്റെ മുതൽ അപഹരിക്കുന്നുവെങ്കിൽ അവൻ വിശ്വാസിയായിട്ടില്ല പ്രിയമുള്ളവര്. വിശ്വാസിയാണെങ്കിൽ ആ ദുഷ്കൃത്യം അവനുണ്ടാകാൻ പാടില്ല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്രിബുഹാ വഹു മുഅ്മിൻ. അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട് ഒരാൾ മദ്യപിക്കുന്നുവെങ്കിൽ അവൻ വിശ്വാസിയല്ല. അതുകൊണ്ടാണ് അവൻ തെറ്റുകുറ്റം അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണോ നമ്മൾ എന്ന ചിന്ത ഇവിടെയുള്ളവർ വിശ്വാസികളല്ല എന്ന രൂപത്തിലല്ല മനസ്സിലാക്കേണ്ട കാര്യം. മറിച്ച് നമ്മൾ നിലനിർത്തേണ്ട സൂക്ഷ്മത ബോധം പ്രിയമുള്ളവര്, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ, അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടാകണം. ഫിത്നകളുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഹവാത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ
ദിവസവും ദിനം പ്രതി തിന്മകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത്, നന്മയുടെ കവാടങ്ങൾ കുറവാണ്, കുട്ടിയടക്കപ്പെടുകയാണ്. ശബ്ദം കൊണ്ട് കുട്ടിയടക്കുന്നവരുണ്ട്, അതേപോലെ മറ്റൊരു രൂപത്തിൽ കുട്ടിയടക്കുന്നവരുണ്ട്. പക്ഷേ നന്മയുടെ കവാടങ്ങൾ പതുക്കെ തുറന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു കൾച്ചർ, നല്ലൊരു സഖാഫത്ത്, നല്ലൊരു സാംസ്കാരിക ബോധം, ആ നിലക്ക് കുടുംബം എന്ന മക്കൾ എന്ന ഭാര്യ എന്ന സമൂഹം എന്ന നിലക്ക് ഉത്തരവാദിത്തങ്ങൾ, അമാനത്തുകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ചോദ്യമുണ്ട് പ്രിയമുള്ളവരെ. ഏത് കാലഘട്ടത്തിന് മുമ്പിലും ജാഗ്രതയോടുകൂടി വിശ്വസിക്കേണ്ടവനാണ്. ഏത് ഭാഗത്തുനിന്നും പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും വിശ്വാസി എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സത്യവിശ്വാസിയാണെന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു പോകാത്ത രൂപത്തിലുള്ള സൂക്ഷ്മതാബോധം നിലയുറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ബോധ്യപ്പെടാണ് നരകാവകാശികൾക്ക് അവസാനം പോരുന്ന കുറ്റബോധമുണ്ട് പ്രിയമുള്ളവരെ. എല്ലാം ബോധ്യപ്പെട്ടു, എല്ലാം കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലത്തോട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട സംഗതി നാളെ ഒരു വിഭാഗം ആളുകൾക്ക് നരകത്തിലെത്തിയപ്പോൾ ബോധ്യപ്പെടുകയാണ്. കാര്യമില്ല പ്രിയമുള്ളവരെ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ദുനിയാവിന്റെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ലഭ്യമായ സമയം. കഴിഞ്ഞുപോയ കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന, സങ്കടം പറയുന്ന ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ലഭ്യമായ സമയങ്ങളെ ഒരു തിരുത്തലിന് വിധേയമാക്കിക്കൊണ്ട്, ഒരു പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ട്, നരകത്തിൽ എത്തിപ്പെട്ടുകൊണ്ടുള്ള ബോധോദയം കൊണ്ട്, കുറ്റബോധം കൊണ്ട്, അവബോധം കൊണ്ട് കാര്യമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുക. ഏതാണ് ആളുകൾ? റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹ. റബ്ബേ, ഞങ്ങൾക്കിതാ ബോധ്യപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കിതാ കൃത്യമായി നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി അള്ളാഹു പറഞ്ഞത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ട നരകാവകാശികളെ സംബന്ധിച്ച് ഖുർആൻ പറയുക, റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. എന്തിനാ? ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങൾ ഇതുവരെ പ്രവർത്തിക്കാത്ത സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റബോധം മൂലം താങ്ങാൻ കഴിയാത്ത ഭീകരമായ ശിക്ഷയുടെ ആധിക്യം കൊണ്ട്, അവന് താങ്ങാൻ കഴിയ അട്ടഹാസങ്ങൾ കൊണ്ട്, ഒന്നും കാര്യമില്ലാത്ത രൂപത്തിൽ, ആ രൂപത്തെ കുറ്റബോധം കൊണ്ടോ കരച്ചിൽ കൊണ്ടോ അട്ടഹാസങ്ങൾ കൊണ്ടോ കാര്യമില്ല എന്ന് ഖുർആൻ അവരോട് തിരിച്ചു പറയുന്നുണ്ട്. അവലം അമ്മിറുക്കും, നാം നിനക്ക് തന്നില്ലേ ആയുസ്സും ആരോഗ്യം വേണ്ടുവോളമൊക്കെ. സ്വയം ഉതകുന്ന രൂപത്തിൽ സ്വയം ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ കാലേക്കൂട്ടി ക്രമേണ കുറ്റപ്പെടുത്താതെ കൃത്യമായി തർത്തീബോടുകൂടി അടുക്കും ചിട്ടയോടുകൂടി ചെയ്യാനുള്ള അവസരങ്ങളും ആരോഗ്യവും സമയവും ആയുസ്സും തന്നിട്ട് ചിന്തിക്കാത്ത മനുഷ്യ, ഇപ്പോഴാണോ നീ ചിന്തിക്കുന്നത്? അതുകൊണ്ട് നദീർ, താക്കീതുകാരൻ നിനക്ക് വന്നിരുന്നു, എന്നിട്ടും ചിന്തിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്ക് എത്തിപ്പെട്ട അവസ്ഥയിൽ പിന്നീടുള്ള കുറ്റബോധം കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇഖ്ലാസോട് ആരുടെ മുമ്പിലും എവിടെയാണെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട്, അള്ളാഹു ഇഖ്ലാസോടുകൂടി ദീനി വിഷയങ്ങളിലാണെങ്കിലും ഏത് മാർഗത്തിലാണെങ്കിലും ഇഖ്ലാസോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷയുണ്ട്, സമാധാനം. പരലോകത്തെ മുന്നിൽ കണ്ട് പരലോകത്തെ കാംക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുവോ അവന്റെ പരിശ്രമമാണ് നന്ദിപൂർവം അള്ളാഹു സ്വീകരിക്കുന്നു. അവനാണ് സത്യവിശ്വാസി എന്ന് ഖുർആൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക. അവരുടെ അവരുടെ പ്രവർത്തനങ്ങളാണ്, അള്ളാഹു അമലുകളാണ്, ഇബാദത്തുകളാണ് നന്ദിപൂർവം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രിയമുള്ളവരെ. ആ നിലയ്ക്ക് സ്വഭാവ മൂല്യ ഗുണങ്ങൾ വിശ്വാസികൾ എന്ന കാഴ്ചപ്പാടോടുകൂടി കോൺസെപ്റ്റോടുകൂടി ജീവിച്ച് യഥാർത്ഥമായ ഇസ്തിഖാമത്ത് നിലനിൽക്കുന്നവരായിക്കൊണ്ട് നേരും നിറകേടും മനസ്സിലാക്കി ജീവിക്കുവാനും ഒക്കെ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد فاتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. ശ്രദ്ധിക്കപ്പെടേണ്ട 5-6 കാര്യങ്ങളാണ് ഒന്നാമത്തെ ഖുതുബയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി എന്നുള്ള നിലക്കൊക്കെ ശക്തമായ കാഴ്ചപ്പാടുകളിലൂടെ എന്നും ഏത് ലോകത്തിൻ്റെ മുമ്പിലും ദർവാരംഗത്തും ശ്രദ്ധിക്കപ്പെടുന്നവനാണ് വിശ്വാസി. ഇത് മത കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് നേരെയും ഇസ്ലാം കൃത്യമായ യഥാർത്ഥ വഴിയിലൂടെ ഖുർആനും സുന്നത്തും പറഞ്ഞ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ രക്ഷയും സമാധാനവും വെളിച്ചവും നമുക്കാണ് വഴിവെട്ടി തുറന്നു നൽകുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നാം
മനസ്സിലാക്കിയ സത്യസന്ധത ജീവിതത്തിൻ്റെ എവിടെയും രഹസ്യ ജീവിതത്തിലേക്ക് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, പരസ്യ പൊതുമണ്ഡലത്തിലേക്ക് അത് ദഴവത്തായി വസ്തുതകളായി അങ്ങനെ പ്രവാചകൻ ജീവിക്കുന്ന താഴിയാണെന്ന് കാഴ്ചപ്പാടോടുകൂടിയാണ് വിമർശകർ പോലും ഏറ്റെടുത്തത്. ആ നിലക്ക് മാറ്റമുണ്ടാക്കാൻ അതുപോലെ ആ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾക്ക് മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളക്കരയിലൊക്കെ തന്നെ. ആ തൗഹീദി ആദർശത്തിലൂടെ കിട്ടുന്ന മധുരവും വെളിച്ചവും ദിശാബോധവും ഇലാഹ ഇല്ലല്ലാഹയിലൂടെ മാത്രമാണ് എന്ന ദഅവ സമൂഹത്തിലേക്ക് നടക്കുമ്പോൾ അതിന് വലിയൊരു മാധുര്യവും ഹലാവത്തുൽ ഈമാനും വെളിച്ചവും ഉണ്ടാകുമെന്നുള്ള ചിന്ത എപ്പോഴും കാത്തു സൂക്ഷിക്കുക. പറയാം, ഇതിനൊക്കെ മനസ്സാണ് പ്രധാനം എന്ന് ചിന്തിക്കേണ്ടത്. മനസ്സ് എപ്പോഴും തിന്മയിലേക്ക് ഇങ്ങനെ വഴുതി പോകാൻ സാധ്യതയുണ്ട്. ശുദ്ധ ഖുർആൻ പറഞ്ഞ 1-2 മനസ്സുകൾ പരിചയപ്പെടുത്തുകയാണ്. ഏതാണ് ആ മനസ്സ്? എപ്പോഴും തിന്മ. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്യന്തികമായി അടിസ്ഥാനപരമായി ശ്രദ്ധിക്കപ്പെടുന്നത് ആ കർമ്മത്തിൽ ചെയ്യപ്പെടുമ്പോൾ അവന്റെ മനസ്സറിഞ്ഞുകൊണ്ട പ്രവർത്തനങ്ങളാണ്. മനസ്സ് ശുദ്ധമാണെങ്കിലേ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യമുള്ളൂ. ശുദ്ധമായ മനസ്സിന്റെ ഉടമകളായി മാറുക. തിന്മയുടെ ലോകത്ത് തിന്മകൾ കാണുമ്പോൾ, ഷഹവാത്തുകൾ കാണുമ്പോൾ അതിലേക്ക് നമ്മുടെ മനസ്സ് വെമ്പിപ്പോകുന്നുണ്ടോ? അമ്മാറത്തായ മനസ്സിനെ ഖുർആൻ പരിചയപ്പെടുത്തി. തെറ്റിലെ പ്രോത്സാഹിപ്പിക്കുന്ന മനസ്സ്, എപ്പോഴും തെറ്റിലേക്ക് ഇങ്ങനെ വഴുതി പോകുമ്പോൾ മനസ്സിന്റെ ഉടമകൾ. അങ്ങനെയായി നമുക്ക് യഥാർത്ഥത്തിൽ അമൽ സ്വാലിഹ് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാക്കി തീരും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയും ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നിടത്തിന് മനസ്സിനെ പരിചയപ്പെടുത്തി. അമ്മാറത്തായ നഫ്സ് അവിടെ സുലൈഹ പറയുന്നതായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാതെ ആ ആയത്തിൽ വിശദീകരിച്ച് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുഫസ്സിർ രേഖപ്പെടുത്തിയതും സുലൈഹക്കാണ് പിഴവ് സംഭവിച്ചത്. കാരണം അംബിയാക്കൾ മഅസൂമുകളാണ്. അംബിയാക്കൾക്ക് സുരക്ഷിതത്വ ബോധം അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാത്തവർക്കാണ് പിഴവ് സംഭവിക്കുക. അവിടെ പറഞ്ഞു, മാ ഉബദിഉ നഫ്സി ഇന്ന നഫ്സൽ അമാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. എന്റെ റബ്ബിന്റെ ഞാൻ എന്റെ മനസ്സിന്റെ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. കാരണം എന്താണ്? ഇന്ന നഫ്സൽ അമാറത്തുൻ ബിസ്സൂ. നിശ്ചയമായി മനുഷ്യന്റെ മനസ്സ് തിന്മയിലേക്ക് ഇങ്ങനെ പാഞ്ഞെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെമ്പിപ്പോകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇല്ലാമ റഹിമ റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്ത് ലഭിച്ച മനസ്സൊഴികെ എന്ന് അവിടെ ലഭിച്ച സുരക്ഷിതത്വം ലഭിച്ച മനസ്സ് പരിശുദ്ധ പ്രവാചകൻ യൂസുഫ് നബി കിട്ടി. വിശ്വാസികൾക്ക് ആ മനസ്സ് ലഭ്യമാകും. ഇതേപോലെ ഇത്തരം മനസ്സുകൾ കുറച്ചുകൂടി ഡെവലപ്പായി പുരോഗതിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു സത്യം ചെയ്ത് പറയാ. എന്നിട്ട് പറയുന്നത് വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ലവ്വാമത്തായ മനസ്സിനെയും അല്ലാഹു സത്യം ചെയ്ത് പറയുന്നു. ലവ്വാമത്തായ മനസ്സ് എന്ന് വെച്ചാൽ ആക്ഷേപകാരിയായ മനുഷ്യന്റെ മനസ്സിനെയാണ് ലവ്വാമത്തായ മനസ്സ് എന്ന് പറയുന്നത്. എപ്പോഴും ആക്ഷേപങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ്. നന്മ ചെയ്താൽ നന്മയുടെ പുരുക്കുത്തുകൾ എപ്പോഴും ഇങ്ങനെ മനസ്സിനെ കുത്തിനോപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു തിന്മ ദുർബലത ചെയ്തു പോയാൽ അതിന്റെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ വിഷമങ്ങൾ മാത്രം, ടെൻഷനുകൾ മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുക. ഇത്തരം മനസ്സുകളായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നും സമാധാനം ഉണ്ടാവില്ല. അള്ളാഹിനെ കുറിച്ച് മൂന്നാമതായി മനസ്സ് പറയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ എപ്പോഴും നിലനിർത്തുവോ അതിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന്റെ മനസ്സ് പരുവപ്പെടുക, സമാധാനപ്പെടുക. ആ ഒരു ചിന്ത, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ അവൻ തെറ്റിലേക്ക് പോകാത്ത രൂപത്തിൽ. നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ട്, ഓർമ്മ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ തോന്നിയമാതിരി ഇങ്ങനെ ഒരു യാന്ത്രികമായി എണ്ണയിട്ട് യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിക്കണോ? ഒരു ഇബാദത്തുകളിലേക്ക് അതിൻ്റെതായ ഇഖ്ലാസ് ഇല്ല, ഒരു വഖാറില്ല, ഒരു സൂക്ഷ്മതയില്ലാത്ത രൂപത്തിൽ അങ്ങനെ യാന്ത്രികമായി തൗഹീദും പറഞ്ഞങ്ങനെ ജീവിക്കണോ? അതല്ല ഉണ്ടാകരുത്. യഥാർത്ഥത്തിൽ തൗഹീദ് പറയുന്നുണ്ടെങ്കിൽ ആ തൗഹീദിന്റെ ഹലാവത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആദർശം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ ആദർശത്തിന്റെ കണിശത സ്വഭാവം നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും നമ്മുടെ മഹലിലും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കിടയിലും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ദാഇയായി ഇഖ്ലാസുള്ളവനായി വാഴ്ത്തപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടാകണം. നമുക്ക് ഏതു നേരവും മരണപ്പെട്ടു പോകേണ്ടവരാണെന്ന് ചിന്ത എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഇന്നല്ലെങ്കിൽ ഒരു നാൾ നമ്മൾ വിട്ടുപിരിയേണ്ടവരാണ്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ വിചാരിക്കുന്നതാ ഞാനൊക്കെ മരണപ്പെട്ടാൽ ഈ മഹലിന്റെ മൂവ്മെന്റ് തന്നെ നിന്നു എന്നുള്ള രൂപത്തിൽ ചിലരുടെ സംസാരം. ഒന്നുമില്ല. കുറച്ച് ആളുകളൊക്കെ നമ്മളെങ്ങനെ ഓർക്കും, ആ പാവം മനുഷ്യൻ, അള്ളാഹ് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ, പൊറുക്കലിനെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ് കുറച്ച് ആളുകൾ ഈ നാടും പരിചയമുള്ള ആളുകൾ കുറച്ചൊക്കെ സമയം ഇങ്ങനെ ഓർക്കും. പിന്നെ കുടുംബമാണെങ്കിൽ ഭാര്യയും മക്കളൊക്കെ ആണ് ഏറിയൊരു വർഷമൊക്കെ നമ്മൾ ഓർക്കും. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങട്ടാ? ഓർമ്മയിലേക്കാ. ഏത് ഓർമ്മയിലേക്കാ? ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഓർമ്മയിലേക്ക് നമ്മൾ വിസ്മരിക്കപ്പെടുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ, അവിടെ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു വെച്ച അമലുകൾ കൊണ്ട് കൃത്യമായി സ്മരിക്കപ്പെടാൻ കഴിയണമെങ്കിൽ പ്രിയമുള്ളവരെ ജീവിതം അർത്ഥവത്താകണം, ജീവിതം മൂല്യവത്തായി മാറണം. കാലഘട്ടത്തിന്റെ പഴുതുകളെ കവച്ചു വെച്ചുകൊണ്ട്
അതിശീഘ്രം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകുമ്പോൾ നമ്മൾ സ്മരിക്കപ്പെടേണ്ടത് സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ആത്മനിർവൃതിയോടുകൂടി ദുനിയാവിൽ ജീവിക്കാൻ കഴിഞ്ഞവരാണ് അമ്പിയാക്കന്മാരും സഹാബത്തും. ഒറ്റ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രോഗാശയിൽ മജൂസിയുടെ കുത്തേറ്റുകൊണ്ട് അബൂലുബുൽവത്ത് എന്ന അഗ്നിയാരാധകന്റെ കുത്തേറ്റുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. മരണാസന്നനായി കിടക്കുമ്പോൾ അലി റളിയല്ലാഹു അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. അലി റളിയല്ലാഹു കാണാൻ വരുന്ന മകനുണ്ട് കൂടെ, അലിഹുവിന്റെ മകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ. അപ്പം അലി റളിയല്ലാഹു കാണാൻ വരുന്ന സമയത്ത് ഉമറിനോട് ചോദിക്കുന്നു, ഉമറെ എന്താ മരണസമയത്ത് പേടിയുണ്ടോ, മരിക്കാൻ പേടിയാണോ? ഒരിക്കലുമില്ല. എനിക്ക് പോകേണ്ട ലോകം, ഈ ലോകത്തിന്റെ സിട്ടാവിന്റെ അടുക്കലേക്കാണ് ഞാൻ യാത്ര പോകുന്നത്. അവനാണ് എന്നെ വിചാരണ ചെയ്യുന്നത്, അവന്റെ മുമ്പിലാണ് എന്റെ ഹിസാബ് ബോധ്യപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എനിക്ക് എന്റെ വേദനയും വെപ്രാളവും ബേജാറും അലി പരലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു ഉമർ റളിയല്ലാഹു സമാധാനിപ്പിക്കുന്നത്, ഇല്ല ഉമറേ, പരിശുദ്ധ പ്രവാചകന്റെ വായിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ പ്രശംസിച്ചുകൊണ്ടാണ് വഫാത്തായി പോയത്, താങ്കൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ വർത്താനം ഇനി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുമ്പോൾ ഈ സംസാരം അവിടുന്ന് സംസാരിക്കുമോ എന്ന് ആ സമയത്തുള്ള ആർജവത്തോടു കൂടി ഉമർ ചോദിച്ചപ്പോൾ ഞാൻ പറയുമെന്നല്ല, ഞാൻ അതിന് സാക്ഷി നിൽക്കുകയും ചെയ്യും, എന്റെ മകനും നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, അശ്റത്തുൽ മുബശ്ശിരീന, സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടു പോയ ആ സഹാബിക്ക് പോലും, പ്രഗൽഭനായ ഖലീഫക്ക് പോലും പരലോകമെന്ന് ഓർത്തപ്പോൾ, ഹിസാബ് എന്ന ബോധമുണ്ടായപ്പോൾ ആ സമാധാനമില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, സലഫുകൾ കടന്നുപോയ വഴികൾ, സലഫുകൾ നമുക്ക് കാണിച്ചു തന്ന മാർഗ്ഗങ്ങൾ വെട്ടിത്തെളിച്ചുകൊണ്ട് ഹിദായത്തിന് വെളിച്ചം നൽകിയ ആളുകൾക്ക്, അശ്റത്തുൽ മുബശ്ശിരീപ്പെട്ട ആളുകൾക്ക് പരലോക ചിന്ത വന്നപ്പോൾ, പരലോകമെന്ന നാളിലേക്ക് കടക്കപ്പെടാൻ വേണ്ടി പോകുമ്പോഴുള്ള യാതൊരു സമാധാനമില്ല എങ്കിൽ ഞാനും നിങ്ങളും പോകേണ്ട ലോകം പ്രിയമുള്ളവരെ ഇതേ വഴിയാണ് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പിരിയുമ്പോൾ നമ്മെ സംബന്ധിച്ച് നല്ലൊരു മാതൃകാ ദീപമായി ഈ മഹലിന്റെ ഏത് രംഗത്തും കാൽവെപ്പായി നല്ലൊരു ചലനം നടത്തി ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയ മനുഷ്യനാണെന്ന് ഒരു നല്ലൊരു ഗുഡ് സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭ്യമാകണമെങ്കിൽ പ്രിയമുള്ളവരെ തൗഹീദിന്റെ മാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പിഴവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോട് ജീവിച്ച് മുസ്ലിമായി കൊണ്ട് മരിക്കാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം വിചാരിച്ച് മനസ്സമാധാനത്തോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.